എല്ലാവർക്കും ഹാർദമായ സ്വാഗതം മഴവിലേസിലേക്ക്. അപ്പൊ ഇന്നത്തെ ഞാൻ വർക്കിന് പോയിട്ട് പോകുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കനെ ആളാക്കിനിടാൻ മറക്കരുത്. എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വർക്കുകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് ചിലർ സബ്സ്ക്രൈബ് ചെയ്യും, പക്ഷെ ആളാക്കിയിടാൻ മറക്കും. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ അടുത്ത് കിടക്കുന്ന ആളെന്ന ബട്ടൺ ഓണാക്കി ആളാക്കിയിടുക. അപ്പൊ അതിനൊക്കെയെല്ലാം നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതിരുന്നാൽ നിങ്ങൾ മറന്നു. ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. വേറെ ഒന്നുമില്ല, നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടിട്ട് ചിലപ്പം അടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അതിനൊക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന ഏത് വീഡിയോ, ഇപ്പോൾ എൻ്റെ വീഡിയോ ആയാലും അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള യൂട്യൂബിൽ ഇടുന്ന ആരുടെ വീഡിയോ ആയാലും നിങ്ങൾ കാണുമ്പോൾ ഈ ടെക്നിക്ക് പരമായിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ അത് ഉപകാരപ്രദമായിട്ട് തോന്നത്തില്ല. പക്ഷെ നിങ്ങളൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഇതെങ്ങനെ ചെയ്യുമെന്നുള്ള ഇപ്പോൾ എന്തായാലും ഇപ്പം വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ആയാലും അപ്പോൾ അതിനെ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ അല്ലെങ്കിൽ ഈസി ആയിട്ടൊക്കെ എങ്ങനെ ചെയ്യാൻ നമുക്ക് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഈ വീഡിയോ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും, അവർക്ക് നല്ലൊരു ഉപകാരമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണുന്ന കുട്ടികൾ ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് അതിന് മറുപടി ഞാൻ തരുന്നതാണ്. പിന്നെ അതിനൊക്കെ അപ്പോൾ ഇതിനൊക്കെയാണ് ഞാൻ പറഞ്ഞു നമ്മളെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ നമ്മളൊക്കെ വീട്ടിലൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ എന്തിനാണ് നമ്മളെ കരിപ്പെട്ടി, അതായത് ചിരട്ടയെ കരിച്ചിട്ട് തേക്കുന്നതിനൊക്കെയുള്ള ഇസ്ത്രീയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ക്രമേണ അത് വിലീകരിച്ച് നമ്മൾ ഇലക്ട്രിക് ഇസ്തിരിയായി. അപ്പം അതിനെ വിലീകരിച്ച് ഇപ്പൊ നമ്മള് തേക്കുന്ന കൂട്ടത്തിൽ, ചൂടാക്കി തേക്കുന്ന കൂട്ടത്തിൽ അതിൽ വെള്ളം വരെ സ്പ്രേ ചെയ്ത് നല്ല വൃത്തിയാണ് തേച്ചെടുക്കുന്ന മോഡലായിട്ടുണ്ട് ഇപ്പം. അപ്പൊ ആദ്യം തുടങ്ങുന്ന തൊട്ടും അതിനൊക്കെ അവസാനം വരെ ഇപ്പോഴുള്ള മോഡലിന്റെ ഇസ്തിരിപ്പെട്ടി ആയാലും പഴയ മോഡലായാലും പുതിയ മോഡലായാലും, പഴയ മോഡൽ നമുക്ക് ഗൾഫിലൊക്കെ ഉള്ള വീട്ടിലൊക്കെ അച്ഛന്മാരൊക്കെ ഉള്ളവരുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ് പഴയ ഒരു പാനാസോണിക്കിന്റെ ഇസ്തിരി. നല്ല കട്ടിയുള്ള ഒരു ഇസ്തിരിപ്പെട്ടി, നല്ല വെയിറ്റ് ഉള്ള കട്ടിയുള്ള ഇസ്തിരിപ്പെട്ടി. അതിന്റെ കട്ടിയൊക്കെ കുറഞ്ഞ് ഇപ്പോഴത്തെ മോഡൽ എന്ന് വെച്ചാൽ വെയിറ്റ്ലെസ് ആണ്, വെയിറ്റ് ഉള്ള കുറവുള്ള ഇസ്തിരിപ്പെട്ടിയാണ്. അതിന് ഒട്ടും വെയിറ്റ് കാണത്തില്ല ഇപ്പോഴത്തെ ഇസ്തിരിപ്പെട്ടിയിൽ. പക്ഷെ നല്ല രക്തയ്ക്ക് കറക്റ്റ് നമുക്ക് തേച്ചെടുക്കാൻ പറ്റുന്നതാണ്, വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കറക്റ്റ് തേച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പൊ പഴയ മോഡൽ ആയിക്കോട്ടെ പുതിയ മോഡൽ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ ഇസ്തിരിപ്പെട്ടി, പക്ഷെ അതിന്റെ അകത്തിരിക്കുന്ന പുതിയതായാലും പഴയതായാലും അതിന്റെ അകത്തിരിക്കുന്ന മെക്കാനിസത്തിനൊന്നും ഒരു മാറ്റമില്ല. പഴയതിന്റെ ആയാലും പുതിയതിന്റെ ആയാലും എല്ലാം സെയിം മെത്തേഡിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇസ്തിരിപ്പെട്ടി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇളക്കി റിപ്പയർ ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരു സ്റ്റാറും ഒരു ടെസ്റ്ററും സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇളക്കി ക്ലീൻ ചെയ്ത് അത് തിരിച്ച് അത് വൃത്തിയാക്കി കംപ്ലൈന്റ് റിപ്പയർ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നേരെ നമ്മൾ വീഡിയോയിലേക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ഇസ്തിരിപ്പെട്ടി. അപ്പൊ ഞാൻ ഇത് ഇളക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡൽ ഇളക്കുന്നതായിരിക്കില്ല വേറെ പഴയ മോഡൽ ഇളക്കുന്നത്. എല്ലാത്തിന്റെ സ്ക്രൂ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ ഇളക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി എവിടെയൊക്കെ സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ഇളക്കിയെടുത്തതിന് ശേഷം ഇത് ഇളക്കിഞ്ഞെടുത്താൽ മതി. പല മോഡലിനും പല രീതിക്കാണ് സ്ക്രൂ കമ്പനി ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ എവിടെയൊക്കെ സ്ക്രൂ ഉണ്ടോ നിങ്ങൾക്ക് ഇളക്കം നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ആ ചെറിയ കവറൊക്കെ ഇട്ട് റൗണ്ടിന് വെച്ചേക്കണം. ആ റൗണ്ടിൽ നിന്നുള്ള കവറൊക്കെ ഇളക്കിയിട്ട് സ്ക്രൂ ഇളക്കിയിട്ട് നിങ്ങൾ ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇളക്കിയെടുത്തതിന് ശേഷം അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് റിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് റിപ്പയർ ചെയ്യുന്ന വീഡിയോ സ്റ്റാർട്ടാക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ നമ്മൾ അതിന്റെ കവറെല്ലാം ഇപ്പൊ ഇളക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സൂചി കണക്കിരിക്കുന്ന സാധനത്തിലാണ് നമ്മൾ അതിലാണ് നമ്മൾ നോബ് വെച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്, ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടിയിലൊരു ചെറിയ ബ്ലേഡ് കണക്ക് ഒരു സാധനം ഉണ്ട്. അതാണ് ചൂടനുസരിച്ച് നമ്മൾ വെക്കുന്ന ചൂടാകുമ്പോൾ അത് ചൂടായിട്ട് വെളിയിലോട്ട് ഇങ്ങനെ വളഞ്ഞു വരും. അപ്പൊ അവന്റെ കോണ്ടാക്ട് വിടുകയാണ് ചെയ്യുന്നത്. ആ ചൂട് കുറയുമ്പോൾ തിരിച്ചത് ഒട്ടുകയും ചെയ്യും, തിരിച്ച് ബെൻഡ് ആവും, ഒട്ടുകയും ചെയ്യും. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ടെസ്റ്റ് ഇപ്പൊ വെച്ചെടുത്ത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇതിപ്പോ ഇളക്കുന്ന സമയത്ത് അതിന്റെ ആ അകത്ത് നീഡിൽ വിടുന്നതും ഒട്ടുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ഇവിടെ പൊട്ടിയിട്ടുണ്ട്, അതിപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഇറക്കുമ്പോൾ ഇപ്പോൾ വിട്ട് ഇപ്പം വീണ്ടും വിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതേ കണക്കാണ്ട് ഇതേ കണക്ക് ഞാൻ കൈയിട്ടാക്കണക്കാണ്ട് ഇതിങ്ങനെ നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് അത് പിടിച്ചിരിക്കും. ചൂടാകുമ്പോൾ ആ കറക്റ്റ് ടെമ്പറേച്ചർ ആകുമ്പോൾ അത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിടയും പിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് സ്പാർക്കിംഗ് ഉണ്ടായി ഇതിൽ കരി കയറാൻ ചാൻസ് ഉണ്ട്. കരി കയറുന്ന സമയത്ത് പിന്നെ കരി കയറി അടയുമ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ന്യൂട്രൽ ലൈൻ ഇപ്പുറത്തോട്ട് അത് കോണ്ടാക്ട് കണ്ടിന്യൂറ്റി, അതായത് കോണ്ടാക്ട് വന്ന് ആ ന്യൂട്രൽ ലൈൻ ഇപ്പുറത്തെ സൈഡിൽ വരാതാകുമ്പോൾ നമ്മളെ ഇസ്തിരിപ്പെട്ടി വർക്ക് ആവത്തില്ല. നിങ്ങൾക്ക് കാണാൻ ലൈറ്റ് ഒന്നും കത്തൂല. അപ്പൊ നിങ്ങൾ ചെയ്യാൻ ഇതേ കണക്ക് ഒരു സാൻഡ് പേപ്പർ എടുക്കുക. ഇളക്കി എടുത്തതിന് ശേഷം അത് ഇത് കണക്ക് മടക്കുക. ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം അതിന്റെ ആ കോണ്ടാക്ടിന്റെ അകത്ത് മടക്കി വെച്ചിട്ട് മേലും താഴെയായിട്ട് ചെറുതായിട്ട് ചെറിയ രീതിക്ക് ഇങ്ങനെ സാൻഡ് ചെയ്യുക. സാൻഡ് ചെയ്യുമ്പം അതിന്റെ അകത്ത് ആ കരിയൊക്കെ മാറി വീണ്ടും അത് നല്ല കോണ്ടാക്ട്, അതായത് അതിന്റെ അഴുക്കൊക്കെ പോയിട്ട് വീണ്ടും അത് പഴയ കണക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കും. നിങ്ങൾക്കിപ്പോ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഞാൻ കൈയിട്ടാക്കണൊക്കെ ഇങ്ങനെ വീടും പിടിച്ചപ്പോൾ അതിന്റെ അകത്ത് കരി കയറുന്നതാണ്. ഇത് കംപ്ലൈന്റ് ആവാനുള്ള കേസ്. അത് ചെറിയ നിങ്ങൾ കടയിൽ കൊണ്ടുവന്ന് കൊടുത്ത് പൈസ കളയാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇതിനൊക്കെ വെച്ചങ്ങ് സാൻഡ് ചെയ്താൽ മതി. വേറൊന്നുമില്ല. അതിന്റെ അപ്പുറമുള്ള കോണ്ടാക്റ്റിൽ നിങ്ങൾ ഇത് വെച്ച് സാൻഡ് ചെയ്താൽ അത് ക്ലിയർ ആവുന്നതാണ്.
ഈ ഇസ്തിരിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2 കോൺടാക്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആ കോൺടാക്റ്റിൽ ഇത് വെച്ചിട്ട് മേലോട്ടും താഴോട്ടും സാൻഡ് ചെയ്ത് അങ്ങ് ഇവിടെ കാണാം. ഈ ടെസ്റ്റ് വെച്ച് ഇപ്പോൾ കാണിച്ചിരുന്നുണ്ട്. ഈ കോൺടാക്റ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ കോൺടാക്റ്റ് ആണ്. ഇത് നിങ്ങൾ ഇതിൻ്റെ അകത്തൂടെ ആ സാൻഡ് പേപ്പർ ഇട്ട് സാൻഡ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അത് നിസ്സാരമായിട്ട് ഇങ്ങനെ സാൻഡ് ചെയ്ത് ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ഇസ്തിരി പെട്ടി ഞാൻ തിരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞത് സെറ്റ് ചെയ്യണം കാണിക്കാട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇസ്തിരി പെട്ടി ഇളക്കുന്ന ആൾക്കാരിക്കില്ല, പഴയതായാലും വേറെ മോഡലാണ് ഇറക്കുന്നത്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പവർ ഒന്ന് ഓണാക്കി നോക്കാം. ഞാൻ പവർ കൊടുത്തത് അവിടെ ഓണാക്കാൻ പോവുകയാണ്. ഓണാക്കുന്ന സമയത്ത് ഇപ്പോൾ ലൈറ്റ് എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ പവർ ഓണാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ പവർ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് കത്തുന്ന കാണാൻ പറ്റും. നമ്മൾ ആ സ്വിച്ചിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് വർക്കാവുന്ന കറക്റ്റ് പിടിച്ചു വെച്ചാൽ കറക്റ്റ് അത് വർക്കായി ഓഫ് ആണെന്ന് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റ് ആയിട്ട് നമ്മളെ തുണിയൊക്കെ ഉരുവിപ്പാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ അത് ടെമ്പറേച്ചർ ഇട്ടാൽ സെറ്റ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് ഓഫ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി നോക്കാം. വീണ്ടും ഇത് ഓഫ് ആവുന്നതാണുള്ളത്. ഞാൻ ശാലം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ഓഫ് ആണെന്ന് നോക്കാം. ചൂട് കയറുന്നതനുസരിച്ച് ആ നീഡിൽ ബെൻഡായി കട്ട് ഓഫ് ആണെന്ന് നോക്കാം. നല്ല ചൂടാവുന്നുണ്ട്. ഇപ്പോഴും ഓഫ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് കൂട്ടി വെച്ച് നോക്കാം. ഇപ്പം നല്ല ചൂടാണ്. നല്ല ചൂടിലാണ് ഇപ്പോൾ ഇട്ടേക്കണത് ഞാൻ. ഇനി നമുക്ക് ഓഫ് ആണെന്ന് നോക്കാം. ഇനി ഓഫും കൂടെ ഓഫ് ആയി കഴിഞ്ഞാൽ ആ സംഭവം സെറ്റപ്പാണ്. കംപ്ലൈന്റ് എല്ലാം മാറി റെഡി ആയെന്ന് അടുത്തത്. ഇപ്പോൾ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഇസ്തിരി പെട്ടിക ശരിയാക്കുന്നത്. നിങ്ങൾ കടയിൽ കൊണ്ട് കൊടുത്ത് വെറുതെ നിങ്ങൾ പൈസ കളയാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്താണ് ബെല്ലൈക്കൻ ആളാക്കിടാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രൈബ് ലൈക്കും കമന്റും ഷെയറും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യുന്ന പ്രചോദനം. സബ്സ്ക്രൈബ് ചെയ്തേക്കോ, ലൈക്ക് ചെയ്തേക്കോ, ഷെയർ ചെയ്തേക്കോ. നിങ്ങളെ കൂട്ടുകാർക്കൂടെ ഒന്ന് സെൻഡ് ചെയ്ത് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു വർക്കുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം വീണ്ടും.